ഇന്ത്യയിലെ രോഗങ്ങളുടെ പ്രധാന കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ മൊത്തം രോഗഭാരത്തിന്റെ 56% ഭക്ഷണ തെരഞ്ഞെടുപ്പിലെ അപാകതകളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പോഷകാഹാരക്കുറവ് തടയുന്നതിനും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാംക്രമികേതര രോഗങ്ങളുടെ അപകടസാധ്യത പരിഹരിക്കുന്നതിനുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ആരോഗ്യകരമായ ഭക്ഷണക്രമവും ശാരീരിക പ്രവർത്തനങ്ങളും കൊറോണറി ഹൃദ്രോഗം, ഹൈപ്പർ ടെൻഷൻ എന്നിവയുടെ അനുപാതം ഗണ്യമായി കുറയ്ക്കുമെന്നും ടൈപ്പ് 2 പ്രമേഹം 80% വരെ തടയുമെന്നും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ അകാല മരണങ്ങളുടെ എണ്ണവും കുറയ്ക്കാനാകും. സമീകൃതാഹാരത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ICMR റിപ്പോർട്ട് പോഷകാഹാരക്കുറവിന്റെ പ്രതികൂല ഫലങ്ങൾ ഒഴിവാക്കാനും പരമാവധി വികാസവും വളർച്ചയും ഉറപ്പാക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപഭോഗത്തിലെ വർധനവ്, ശാരീരിക പ്രവർത്തനങ്ങളിലെ അപര്യാപ്തത, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗം, മൈക്രോ ന്യൂട്രിയൻസുകളുടെ കുറവ്, അമിതഭാരം, അമിതവണ്ണം എന്നിവ ഇന്ത്യക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണങ്ങളെക്കാൾ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ കിട്ടാവുന്നതുമായി അനാരോഗ്യകരമായ സംസ്കരിച്ച ഉയർന്ന അളവിൽ പഞ്ചസാരയും കൊഴുപ്പും ഉപ്പും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാറിയതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ICMRന്റെ മാർഗനിർദ്ദേശത്തിൽ സമീകൃതാഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമുള്ള ഭക്ഷണം, ശിശുക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഭക്ഷണം, പ്രായമായവർക്കു വേണ്ട പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ, സുരക്ഷിതമായ ഭക്ഷണ രീതി, വൃത്തിയുള്ള ഭക്ഷണം, ആവശ്യത്തിന് കുടിക്കേണ്ട വെള്ളം എന്നിവയുടെ വിവരണവും നിർദ്ദേശത്തിലുണ്ട്. മൈ പ്ലേറ്റ് ഓഫ് ദ ഡേ എന്നതിനായി 8 ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്ന് മാക്രോന്യൂട്രിയന്റുകളും മൈക്രോന്യൂട്രിയന്റുകളും കണ്ടെത്തണമെന്ന് മാർഗനിർദ്ദേശം ശുപാർശ ചെയ്യുന്നു. പ്ലേറ്റിന്റെ പകുതിയായി പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. ബാക്കി പകുതിയിൽ ധാന്യങ്ങൾ, തിന, പയർവർഗ്ഗങ്ങൾ, മാംസാഹാരം, മുട്ട, നട്ട്സ്, സോയ പോലുള്ള ഓയിൽ സീഡുകൾ, പാൽ അല്ലെങ്കിൽ തൈര് എന്നിവ ഉൾപ്പെടുത്താം. ധാന്യങ്ങളുടെ ഉപഭോഗം മൊത്തം ഊർജ്ജത്തിന്റെ 45% പരിമിതപ്പെടുത്തണം. പയർവർഗ്ഗങ്ങൾ, മുട്ട, മാംസം എന്നിവയ്ക്ക് 14 മുതൽ 15%, മൊത്തം കൊഴുപ്പ് ഉപഭോഗം 30%, നട്ട്സ്, ഓയിൽ സീഡും പാലുൽപ്പന്നങ്ങൾ എന്നിവ 8 മുതൽ 10% ആകണം. മസിലുകളുടെ നിർമ്മാണത്തിനായി പ്രോട്ടീൻ സപ്ലിമെന്റുകളുടെ ഉപയോഗം ഒഴിവാക്കുക. അകത്തേക്ക് എത്തുന്ന ഉപ്പിന്റെ അളവ് പരിമിതപ്പെടുത്തുക. കൊഴുപ്പുകളും എണ്ണയും ശരീരത്തിലെത്തുന്നത് കുറയ്ക്കുക. അമിതഭാരം തടയുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. കൃത്യമായി വ്യായാമം ചെയ്യുക. സംസ്കരിച്ച ഭക്ഷണം ഉപയോഗം നിയന്ത്രിക്കുക. ഫുഡ് ലേബലുകൾ വായിച്ചു നോക്കി പോഷകങ്ങളുടെ അളവ് മനസ്സിലാക്കി ഭക്ഷണം ക്രമീകരിക്കുക എന്നിങ്ങനെ നല്ല ഭക്ഷണശീലങ്ങൾക്കായി പിന്തുടരേണ്ട കാര്യങ്ങളും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രതിദിനം വേണ്ട ഊർജത്തിന്റെ 50 മുതൽ 70% വരെ ധാന്യങ്ങൾ സംഭാവന ചെയ്യുമ്പോൾ പയർവർഗ്ഗങ്ങൾ, മാംസം, മുട്ട, മത്സ്യം എന്നിവ 6 മുതൽ 9% വരെ സംഭാവന ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.